ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ഡേറ്റഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ പാർട്ട് 3 PYQs ആണ്. ഓൾറെഡി നമ്മൾ 2 പാർട്ട് ഓൾറെഡി കവർ ചെയ്തിരിക്കുന്നു. ആൻഡ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും എസ്റ്റിമേഷൻ്റെയും കൺസെപ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻസ് നല്ലോണം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇന്ന് നമുക്ക് RCCയുടെ 3rd പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ദ കറക്റ്റ് ഹുക്ക് ഫോർ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് according to specification is shown in which of the following? So according to specification ഏതാണ് മൈൽഡ് സ്റ്റീലിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആണോ, സെക്കൻഡ് ഓപ്ഷൻ ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ കറക്റ്റ് ഓപ്ഷൻ? ഓക്കെ, സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സോ ഇതിൽ മൈൽഡ് സ്റ്റീലിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ റേഡിയസിൻ്റെ ടേംസിലാണ്. ഓക്കെ, ഇത് റേഡിയസിൻ്റെ ടേംസിലാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് KD വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. KD. ഓക്കെ, മേളിൽ KD, താഴെ ഒരു KD, പിന്നെ ഇതും KD. ഓക്കെ, KD വെച്ചാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതും KD ആണ്. ഓക്കെ, സോ റേഡിയസിൻ്റെ ടേംസിലാകുമ്പോൾ നമ്മളിങ്ങനെ KD വെച്ച് റിപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ KDയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ KDയുടെ വാല്യൂ എന്താണ്? അതായത് Kൻ്റെ വാല്യൂ എന്താണ്? മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ Kൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അതേപോലെ HYSD ബാർ ആകുമ്പോൾ Kൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈൽഡ് സ്റ്റീൽ നോക്കുമ്പോൾ മേളിലൊരു KD ഉണ്ട്, താഴെ ഒരു KD ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2D മേളിൽ വരും, അതേപോലെ താഴെ 2D വരും. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 4D വരും. അതാണ് നമ്മുടെ ഈ ഡയഗ്രാമിൽ കാണിക്കുന്ന ആ 4D. ഓക്കെ, അതാണ് ടോട്ടൽ ഡയഗ്രാമിൽ കാണിക്കുന്ന ആ 4D. ഓക്കെ, അത് ഇപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ അല്ലോ? 4D എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഹുക്ക് കഴിഞ്ഞാൽ മിനിമം എക്സ്റ്റൻഷൻ എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 4 ടൈംസ് ഇൻറ്റു ഡയമീറ്റർ. ഓക്കെ, ഹുക്ക് കഴിഞ്ഞാൽ മിനിമം എക്സ്റ്റൻഷൻ നമ്മൾ എത്രയാണ്? 4 ഇൻറ്റു ഡയമീറ്റർ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ സാറ്റിസ്ഫൈ ആകുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ്. A ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബാർ ക്യാരിയിങ് പോസിറ്റീവ് ബെൻഡിങ് മൂവ്മെൻറ്റ് ഈസ് ബെൻഡ് അപ്പ് ടു റെസിസ്റ്റ് നെഗറ്റീവ് ബെൻഡിങ് മൂവ്മെൻറ്റ് ഈസ് ഷോൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതാണ് നെഗറ്റീവ് ബെൻഡിങ് മൂവ്മെൻറ്റ് ആൻഡ് പോസിറ്റീവ് ബെൻഡിങ് മൂവ്മെൻറ്റ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ബാർ നമ്മുടെ ഏത് ബെൻഡപ്പ് ബാറാണ് കൊടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? സോ ഓബ്വിയസ്ലി നമ്മൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ ലൈറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബീമിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ബീമിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ബെൻഡപ്പ് ബാറിൻ്റെ ജനറലി നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ബെൻഡപ്പ് ബാർ നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ടു റെസിസ്റ്റ് ഷിയർ ഫോഴ്സ്. സോ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ബെൻഡപ്പ് ബാർ കൊടുക്കുന്നത്. ഓക്കെ, ടു റെസിസ്റ്റ് ഷിയർ ഫോഴ്സ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? ഈ ഒരു സെക്ഷൻ, മേളത്തെ സെക്ഷൻ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്? റിവേഴ്സൽ ഓഫ് ദ ലോഡ് ഉണ്ടാകുവാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനും നമ്മൾ ഇതിനെ കൊടുക്കും. ഓക്കെ, ഇതിനെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനും നമ്മൾ ഇത് കൊടുക്കും. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്റ്റിമേഷൻ്റെ പാർട്ടിൽ നോക്കിയായിരുന്നു. ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ മാച്ച് ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? സോ ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെക്ഷൻ വരും. സോ ഇതിൽ നമ്മൾ സിമിലർ ഏത് ഓപ്ഷനാണ്? സെക്കൻഡ് ഓപ്ഷനാണ് സിമിലർ. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ B ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഈസ് ഡ്യൂ ടു? ബോണ്ട് സ്ട്രെങ്ത് എന്ത് കാരണമാണ്? സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റിൽ എന്ത് കാരണമാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഫ്രിക്ഷൻ ആണോ, അഡേഷൻ ആണോ, ഓർ ബോത്ത് ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആൻഡ് അഡേഷൻ ആണോ, ഓർ നൺ ഓഫ് ദീസ് ആണോ? സോ ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്, ഫസ്റ്റ് ഫാക്ടർ എന്താണ്? ഫ്രിക്ഷൻ ആണ് ഫസ്റ്റ് ഫാക്ടർ. ഓക്കെ, നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റിൻ്റെ ഇടയ്ക്ക് ഡെവലപ്പ് ആണെങ്കിൽ ഫ്രിക്ഷൻ ഫസ്റ്റ് ഫാക്ടറാണ്. ഫ്രിക്ഷൻ കാരണം ഡെവലപ്പ് ആവും. സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഡെവലപ്പ് ആകുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിനെ ഇടയ്ക്ക് ഒരു 2 ഡിഫറെൻറ്റ് മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് മെക്കാനിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഇത് ജനറലി നമ്മൾ HYSD ബാർസിലാണ് ജനറലി കാണുന്നത്. HYSD ബാർസിൽ. ഓക്കെ, HYSD ബാർസിലാണ് ജനറലി കാണുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദ ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് അഡേഷൻ. സോ ബോത്ത് ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ബോത്ത് ഓഫ് ദീസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് നോക്കാം. ലെങ്ത് ഓഫ് ദ ലാപ്പ് ഇൻ കംപ്രഷൻ മെമ്പർ ഈസ് കെപ്റ്റ് ഗ്രേറ്റർ ദാൻ ബാർ ഡയമീറ്റർ ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബാർ ബൈ 5 times the bond stress is
എത്രയാണ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, സെക്കൻഡ് കണ്ടീഷൻ ഏതാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഈ ക്വസ്റ്റൻ അല്ല, നമ്മൾ ടെൻഷൻ്റെ ക്വസ്റ്റൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കംപ്രഷനാണ്. സോ ഓക്കെ, ടെൻഷൻ്റെ നമ്മൾ എങ്ങനെയാണ് നോക്കിയത്, ടെൻഷൻ്റെ രണ്ട് കാറ്റഗറി ഉണ്ട്, ഫ്ലക്ചറൽ ടെൻഷൻ ആൻഡ് ഡയറക്റ്റ് ടെൻഷൻ അല്ലേ. ഫ്ലക്ചറൽ ടെൻഷൻ, ഡയറക്റ്റ് ടെൻഷൻ, അതിൻ്റെ എന്തൊക്കെയായിരുന്നു വാല്യൂ, എൽ ഡി മിനിമം എൽ ഡിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കണം ഓർ 30 ഇൻറ്റു ഡയമീറ്റർ, 30 ഇൻറ്റു 5. ഓക്കെ, ഇതാണ് രണ്ട് വാല്യൂ. അതേപോലെ ഡയറക്റ്റ് ടെൻഷൻ്റെ ആണെങ്കിൽ 2 ഇൻറ്റു എൽ ഡി ഓർ 30 ഇൻറ്റു 5. ഓക്കെ, സോ ഡയമീറ്റർ, ഇതിൽ ഡയമീറ്ററിൻ്റെ കൺസിഡറേഷൻ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നു. ഓക്കെ, 30 ഇൻറ്റു 5. ഓക്കെ, ഇവിടെ ടെൻഷനാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് കംപ്രഷനാണ്. കംപ്രഷൻ്റെ കേസിൽ ഡയമീറ്റർ എത്രയാണ്, 24 ഡയമീറ്റർ, 24 ടൈംസ് ദ 5, 24 ബാർ ടൈംസ്. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്, ഇത് നമുക്കറിയാം. പക്ഷേ നമുക്ക് എൽ ഡിയുടെ വാല്യൂം കൂടെ ചോദിച്ച് നോക്കാം. നമുക്ക് എൽ ഡിയുടെ വാല്യൂ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ആകും. ഓക്കെ, ഇതെന്താണ് എൽ ഡിയുടെ വാല്യൂ, ജനറൽ ഫോർമുല എന്താണ്, ജനറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർമുലയാണ്. നമ്മൾ കുറേ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഈ പ്രോബ്ലം നോക്കി, ഈ ഒരു ഫോർമുല നോക്കി. സോ ഫോർമുല എന്താണ്, 5 ഇൻറ്റു സിഗ്മ എസ് ടി, അതായത് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടൗ ബി ഡി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പെർമിസിബിളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ, ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പെർമിസിബിളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.87 FY. ഓക്കെ, 0.87 FY. ഓക്കെ, നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടൗ ബി ഡി. ടൗ ബിയുടെ വാല്യൂ എന്താണ്, ടൗ ബിയുടെ വാല്യൂ ഇൻ കംപ്രഷൻ, നമ്മൾ HYSD ബാർസ്, നമ്മുടെ ടെൻഷനിലാണോ നമ്മൾ HYSD ബാർസിൽ എടുക്കുമ്പോൾ നമ്മൾ എത്രയാണ്, 60% ആണ് എടുക്കുന്നത്. അതേപോലെ കംപ്രഷനിൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് 25% ആണ്. 25% നമ്മൾ ഫാക്ടർ കൺവേർഷൻ ചെയ്യുമ്പോൾ 1.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരുന്നത് കംപ്രഷൻ്റെ കേസാണ്. സോ നമ്മൾ 1.5 ടൈംസ് ടൗ ബി ഡി മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 1.25, 4 ഇൻറ്റു 1.25 ചെയ്യുമ്പോൾ നമുക്ക് താഴെ 5 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇത് അതേ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഇതാണ് ക്വസ്റ്റ്യൻ, ആക്ച്വലി ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഫ്രെയിം ചെയ്ത് കാണിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നിന്ന് ഏത് കണ്ടീഷൻ ആണെന്നാണ് കാണിക്കുന്നത്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്, ലെങ്ത് ഓഫ് ദ ലാപ്പ് ഇൻ കംപ്രഷൻ മെമ്പർ ഈസ് കെപ്റ്റ് ഗ്രേറ്റർ ദാൻ ബാർ ഡയമീറ്റർ. ബാർ ഡയമീറ്റർ എത്രയാണ്, 5. അതേപോലെ പെർമിസിബിൾ സ്ട്രെസ് നമ്മൾ കൺവേർട്ട് ചെയ്തത് 0.87 FY. ഓക്കെ, അതുകൊണ്ട് പെർമിസിബിൾ സ്ട്രെസ് എഴുതിയോണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഓക്കെ, 87 FY. നെക്സ്റ്റ് 5 ടൈംസ് ഇൻറ്റു ബോണ്ട് സ്ട്രെങ്ത്. സോ 5 ടൈംസ് ടൗ ബി ഡി. സോ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും ഫ്രെയിമായി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആക്ച്വലി നമ്മൾ ഫ്രെയിം ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനും ഉണ്ട്, പ്ലസ് 24 ടൈംസ് ദ ഡയമീറ്റർ. സോ രണ്ട് കണ്ടീഷനാണ് കംപ്രഷൻ്റെയും ടെൻഷനും. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The bond strength between steel reinforcement and concrete is affected by, bond strength between steel reinforcement and concrete is affected by steel properties ആണോ, concrete properties ആണോ, shrinkage of concrete ആണോ, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് പറയേണ്ടത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബിൻ്റെ കോമ്പിനേഷൻ ആണോ, ബി ആൻഡ് സി ആണോ, എ ആൻഡ് സി ആണോ, ഓർ എ ബി സി, ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ ഓപ്ഷൻ. സോ ബോണ്ട് സ്ട്രെങ്ത്, നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കോൺക്രീറ്റ് ഇസ് അഫക്റ്റഡ് ബൈ സ്റ്റീൽ പ്രോപ്പർട്ടി. ഒബ്വിയസ്ലി സ്റ്റീൽ പ്രോപ്പർട്ടിയിൽ ഡിപ്പെൻഡ് ചെയ്യും ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, ഏത് സ്റ്റീലാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, അതേപോലെ കോൺക്രീറ്റ് പ്രോപ്പർട്ടി, ഇപ്പോൾ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് കൂടുതലാണെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്, നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഷ്രിങ്കേജിലും ഡിപ്പെൻഡ് ചെയ്യും. ഷ്രിങ്കേജിൽ എന്താണ് ഇപ്പോൾ ഉണ്ടാകുന്നത്, ഒരു കോൺക്രീറ്റ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോൺക്രീറ്റിൽ നമ്മുടെ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലാണ് നമ്മുടെ ബോണ്ട് ഉണ്ടാകുന്നത്. സോ അവിടെ ഷ്രിങ്കേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഷ്രിങ്കേജ് ആകുമ്പോൾ എന്താണ് ആവുന്നത്, ഫ്രിക്ഷൻ വാല്യൂ ഇൻക്രീസ് ആവും. ഷ്രിങ്കേജ് ആകുമ്പോൾ ഫ്രിക്ഷൻ വാല്യൂ ഇൻക്രീസ് ആവും, അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്തും ഇൻക്രീസ് ആവും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഷ്രിങ്കേജും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 3 ഓപ്ഷൻസും കറക്റ്റാണ്. സ്റ്റീൽ പ്രോപ്പർട്ടീസും കറക്റ്റാണ്, കോൺക്രീറ്റ് പ്രോപ്പർട്ടീസും കറക്റ്റാണ്, ഷ്രിങ്കേജ് പ്രോപ്പർട്ടീസും കറക്റ്റാണ്. സോ ഓപ്ഷൻ നോക്കാം, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, എ ബി സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബിയറിംഗ് സ്ട്രെസ് അറ്റ് ബെൻഡ്സ് for limit state method compared to working stress method is working stress method of design is 1.5 times more ആണോ or
2.5 times more ആണോ ഓർ 2.5 times ലെസ് ആണോ ഓർ 1.5 times ലെസ് ആണോ. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ കോഡൽ വാല്യൂ ആണ്, ഡയറക്റ്റ് കോഡലിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ബെൻഡിങ് സ്ട്രെസ് അറ്റ് ബെൻസിലാണ് ബെൻഡിങ് സ്ട്രെസ് ചോദിച്ചിരിക്കുന്നത് ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആസ് കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ്. സോ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് 1.5 times more ആണ്. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് കോഡൽ വാല്യൂ ആണ്. സോ കോഡൽ വാല്യൂ നമ്മൾ ജനറലി മൊത്തം പഠിക്കണം. ഓക്കെ, 1.5 times more. So A ആണ് correct option. Okay, next question. If sigma s is the shear stress in bar and tau bd is the design bond strength ആണ്. Okay, ഇത് bond ആണ്, ഇത് bond ആണ്. Okay, if sigma s is the shear stress in bar, tau bd is the design bond stress, then development length of the bar എത്രയെന്നാണ് ചോദിച്ചത്. സോ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു. സോ ഇതുവരെയും ബൈ ഹാർട്ട് ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് എ ഓപ്ഷൻ ആണോ, ബി ഓപ്ഷൻ ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ഓപ്ഷൻ. സോ ഇത് ബൈ ഹാർട്ട് ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. 5 into sigma st അല്ലെങ്കിൽ സ്ട്രെസ് ഇൻറ്റു സ്റ്റീൽ ബൈ 4 into tau bd. സോ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു പ്ലസ് ഇതിനെ ഡിറൈവും ചെയ്തു. സോ ഇതിൽ നമ്മൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In limit state method of design for HYSD bars, the value of the bond stress is value of the bond stress shall be increased by 50-60% ആണോ or decrease by 60% ആണോ, increase by 50% ആണോ, decrease by 50% ആണോ. HYSD ബാർസിൽ നമ്മൾ ഓൾറെഡി നോക്കിയത് increase by HYSD ബാർസിൽ നമ്മൾ നോക്കിയത് ഓൾറെഡി ഇൻക്രീസ് ബൈ 60% ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടർ എത്രയാണ് എടുക്കുന്നത്, 1.6. അതേപോലെ കംപ്രഷൻ ആണെങ്കിൽ എത്രയാണ്, 25%. സോ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് HYSD ബാർസ് ആണ്. സോ ഇൻക്രീസ് ബൈ 60%. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ഇഫ് 5 is the diameter of the bar in tension 5 diameter of the bar ആണ് പറഞ്ഞേക്കുന്നത്. A standard hook is equivalent to anchorage value of straight length given by 8.5 ആണോ, 12.5 ആണോ, 16.5 ആണോ, 24.5 ആണോ. സോ ഇതിൽ നമ്മൾ നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഹുക്ക് ഓഫ് ദ ബാർ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹുക്കിൻ്റെ ബാറിൻ്റെ നമ്മൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രിയാണ് സ്റ്റാൻഡേർഡ് ഹുക്കിൻ്റെ ആംഗിൾ. ഓക്കെ, 180 ഡിഗ്രിയാണ്. പിന്നെ നമ്മുടെ ജനറലായിട്ട് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസിൽ നോക്കിയതാണ്. എന്താണ് നോക്കിയത്, എവറി 45 ഡിഗ്രിയിൽ നമ്മുടെ ആങ്കറേജ് വാല്യൂ എത്രയാണ്, 4.5 ആണ്. ഓക്കെ, എവറി 45 ഡിഗ്രിയിൽ ആങ്കറേജ് വാല്യൂ 4.5 ആണ്. അതേപോലെ നമ്മുടെ 180 ഡിഗ്രിയിൽ എത്ര ആംഗിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ ആംഗിൾ എത്രയാണ്. സോ ഇതിൻ്റെ വേറൊരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. സോ അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പ്ലസ് ഇത് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 45യുടെ കൂടെ നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 180 കിട്ടും എന്ന് നോക്കിയാൽ മതി, ഇൻറ്റു 4 അല്ലേ. സോ ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്താൽ 180 കിട്ടും. അതേപോലെ ആൻസറിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്ഷൻ ഈ 4.5ൻ്റെ കൂടെ ഇൻറ്റു 4 ചെയ്യണം. നമ്മുടെ 45ൻ്റെ കൂടെ 4 ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടെ 4.5 ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 16.5. അപ്പോൾ 16.5ൻ്റെ 180 ആംഗിൾ എന്ന് പറഞ്ഞാൽ 16.5ൻ്റെ ഇക്വലൻ്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓൾറെഡി ഇത് ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ വേറൊരു ടൈപ്പ് നോക്കിയായിരുന്നു. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ 16.5 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ബീം ഫെയിൽസ് ഇൻ ബീം ബോണ്ടിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ബോണ്ട് സ്ട്രെങ്ത് ക്യാൻ ബി ഇൻക്രീസ് മോസ്റ്റ് എക്കണോമിക്കലി. അതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ദ ബീം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഓർ യൂസിങ് തിന്നർ ബാർസ് ബട്ട് മോർ ഇൻ നമ്പേഴ്സ് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഓർ യൂസിങ് തിക്കർ ബാർസ് ബട്ട് ലെസ് ഇൻ നമ്പേഴ്സ്, ഓർ പ്രൊവൈഡിങ് വെർട്ടിക്കൽ സ്റ്റിറപ്പ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബോണ്ട് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബീം നമ്മൾ ഫെയിൽ ആവാണ് ബോണ്ടിൽ. ഓക്കെ, അതിൽ നമ്മുടെ അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് കൺസെപ്റ്റ് നോക്കിയാൽ മതി. ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ തിൻ ബാർ എടുക്കണം. ഓക്കെ, തിൻ ബാർ എടുക്കണം. പ്ലസ് തിൻ ബാർ എന്തുകൊണ്ടാണ് എടുക്കുന്നത്, നമ്മുടെ നമ്പർ ഓഫ് ബാർസ് കൂട്ടാൻ വേണ്ടി നമ്മൾ തിൻ ബാർ എടുക്കും. തിൻ ബാർ എടുത്താൽ എന്താണ് പ്രത്യേകത, അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ആകും. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആകും. ഓക്കെ, തിൻ ബാർ എടുക്കുമ്പോൾ. ഓക്കെ, സോ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താണ്, ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ആയി. അപ്പോൾ മോർ ഇൻ നമ്പേഴ്സിൽ നമ്മൾ തിൻ നമ്പർ ഓഫ് ബാർസ് എടുത്തു. അപ്പോൾ നമ്പർ കൂട്ടുന്നതിൻ്റെ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ കൂട്ടുവാണെങ്കിൽ നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് നമ്മുടെ ഇൻക്രീസ് ആകും. ഓക്കെ, അതേപോലെ തിന്നർ ബാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പെസിഫിക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. സോ രണ്ട് ഫാക്ടറും നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ യൂസിങ് തിന്നർ ബാർസ് ബട്ട് മോർ ഇൻ നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്പ് ലെങ്ത് ഇൻ കംപ്രഷൻ ഷാൾ നോട്ട് ബി ലെസ് ദാൻ
ലെസ് ദാൻ 15.5 ആണോ, 25 ആണോ, ലെസ് ദാൻ 24.5 ആണോ, ലെസ് ദാൻ 35 ആണോ? സോ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇനി വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മുടെ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ നോക്കിയതാണ്. ലാപ്പ് ലെങ്ത് ഇൻ കംപ്രഷൻ, കംപ്രഷനിൽ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ? കംപ്രഷനിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 24.5. അതേപോലെ ടെൻഷനിലായിരുന്നെങ്കിൽ 35 ആയിരുന്നു തന്നെ. ഓക്കെ, 35 ആയിരുന്നു തന്നെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of the straight portion of the bar beyond the end of the hook should be at least twice the diameter ആണോ, thrice the diameter ആണോ, 4 times the diameter ആണോ, 7 times the diameter? സോ അതേപോലെ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഉണ്ടാകുമെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഹുക്ക് കഴിഞ്ഞുള്ള എക്സ്റ്റൻഷനെ നമ്മൾ എത്രയാണ് സ്പെസിഫൈ ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 4.5 ആണ്, 4 times the diameter. ഓക്കെ, 4 times the diameter. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ, 4 times the diameter. ഓക്കെ, ഹുക്ക് കഴിഞ്ഞിട്ടുള്ള മിനിമം എക്സ്റ്റൻഷൻ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 4 times the diameter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ HYSD bars are used in place of mild steel, മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ നമ്മൾ HYSD bars യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ ബാർസ് ദ ബോണ്ട് സ്ട്രെങ്ത് എന്താണ് ആവുന്നത്? ഇൻക്രീസ് ആകോ, ഡിക്രീസ് ആകോ, ഡസ് നോട്ട് ചേഞ്ച് ആണോ, ബിക്കം 0 ആണോ? HYSD bars യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിയതാണ് അല്ലേ? HYSD bars യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ 60% ഇൻക്രീസ് ആകും. അതായത് ഫാക്ടർ എന്ന് പറയുമ്പോൾ 1.6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂ എന്താണ്? ഇൻക്രീസ് ആണ് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tension bars in cantilever beam must be anchored in the support up to LD ആണോ, LD/3 ആണോ, 12.5 ആണോ, D ആണോ? അപ്പോൾ നമ്മുടെ കാൻറ്റിലിവർ ബീമാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാൻറ്റിലിവർ ബീം ഒരു സെക്ഷൻ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, കാൻറ്റിലിവർ ബീം ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഈ ഒരു ലെങ്ത്, അതായത് നമ്മുടെ LD വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആങ്കർ ചെയ്യുമ്പോഴുള്ള വാല്യൂ. സോ ഇതാണ് LD. സോ യെല്ലോയിൽ കാണുന്ന ഡയമെൻഷൻ ആണ് LD. ഓക്കെ, നമ്മുടെ ടെൻഷൻ ബാർ ഇൻ കാൻറ്റിലിവർ മസ്റ്റ് ബി ആങ്കർഡ് ഇൻ സപ്പോർട്ട്. നമ്മൾ സപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ ഇത്രയാണ് മിനിമം നമ്മൾ LD കൊടുക്കണം. അപ്പോൾ LD പ്രൊവൈഡ് ചെയ്യണം. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ, LD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ സ്റ്റീൽ ബീം തിയറി ഫോർ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീം, സ്റ്റീൽ ബീം തിയറിയാണ്, നോർമൽ നമ്മുടെ കൺസിഡർ ചെയ്ത തിയറി അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റീൽ ബീം തിയറിയാണ്. ഓക്കെ, സ്റ്റീൽ ബീം തിയറി. ഓക്കെ, സ്റ്റീൽ ബീം തിയറി ഫോർ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീംസിലാണ് എടുക്കേണ്ടത്. ടെൻഷൻ ഈസ് റെസിസ്റ്റഡ് ബൈ ടെൻഷൻ സ്റ്റീൽ, കംപ്രഷൻ ഈസ് റെസിസ്റ്റഡ് ബൈ കംപ്രഷൻ സ്റ്റീൽ, സ്ട്രെസ് ഇൻ tensile steel equals the stress in compression steel. All the options are correct. ഓക്കെ, സോ നമ്മുടെ സ്റ്റീൽ ബീം ആണ് നോക്കേണ്ടത്. സോ ഇതിൽ ജനറലായിട്ട് നമുക്ക് നോക്കാം. സ്റ്റീൽ ബീമിൻ്റെയും നോർമൽ നമ്മുടെ സെക്ഷൻ്റെയും എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റീൽ ബീമിൻ്റെ സെക്ഷനാണ് എടുക്കുന്നത്. ഓക്കെ, സ്റ്റീൽ ബീമിൻ്റെ സെക്ഷനാണ്, ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ, ഇതിൻ്റെ മേളിലും താഴെയും നമ്മുടെ എന്താണ് പ്രത്യേകത? ബാക്കി മറ്റേ നമ്മുടെ കോൺക്രീറ്റിൽ എങ്ങനെയാണ് നമ്മുടെ മുകളിലത്തെ ഭാഗം നമ്മുടെ റെസ്റ്റ് ചെയ്യുന്നത് കംപ്രഷനാണ്, കോൺക്രീറ്റ് ആണ്. ഓക്കെ, താഴത്തെ ഭാഗം നമ്മൾ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ സ്റ്റീൽ ബീം തിയറി ആയതുകൊണ്ട് നമ്മുടെ മേളിലും താഴെയും രണ്ടും നമ്മൾ സ്റ്റീൽ കൊണ്ടാണ് റെസിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ കംപ്രഷനായാലും ടെൻഷനായാലും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് സ്റ്റീലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്ത് നോക്കാം. ടെൻഷൻ ഈസ് റെസിസ്റ്റഡ് ബൈ ടെൻഷൻ സ്റ്റീൽ. ടെൻഷൻ ഏതാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ടെൻഷൻ സ്റ്റീൽ. അത് കറക്റ്റാണോ? അതെ, കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്ന സ്റ്റീൽ. അത് കറക്റ്റാണ്. ഓക്കെ, കംപ്രഷൻ ഈസ് റെസിസ്റ്റഡ് ബൈ കംപ്രഷൻ സ്റ്റീൽ. അത് കറക്റ്റാണോ? നമ്മൾ മേളിലും നമ്മൾ ഏതാണ് കൊടുത്തിരുന്നത്? കംപ്രഷൻ സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സസ് ഇൻ ടെൻസൈൽ സ്റ്റീൽ ഈക്വൽസ് ദ സ്ട്രെസ്സസ് ഇൻ കംപ്രഷൻ. നോർമൽ കേസിൽ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? കംപ്രഷനെയും ടെൻഷനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്തില്ലേ? കംപ്രഷനെയും ടെൻഷനെയും ഇക്വേറ്റ് ചെയ്യും. അതേപോലെ ഇത് രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓപ്ഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സ്ട്രെസ്സസ് ഇൻ ടെൻസൈൽ സ്റ്റീൽ ഈക്വൽസ് ദ സ്ട്രെസ്സസ് ഇൻ കംപ്രഷൻ സ്റ്റീൽ. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the breadth to effective depth of the beam is kept 0.25, 0.5, 0.7, 0.75. Okay, ratio of the breadth by effective depth. Breadth ആണ് തന്നതാണ്, breadth by effective depth ആണ്. Okay, effective depthൻ്റെ range എന്ന് പറയുമ്പോൾ 1/2 to 2/3 ആണ്. Okay, 1/2 to 2/3.
അപ്പോൾ ഇതെങ്ങനെയാണ് 0.5 to 0.67. ഓക്കെ, ആ റേഞ്ചിൽ വരും 0.5 to 0.67. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 0.5. സോ ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ബ്രെഡ്ത്ത് ടു ഇഫക്റ്റീവ് ഡെപ്ത്ത് കൊടുക്കുന്നത്. ഓക്കെ, 0.5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് ഓഫ് ദ ടി ബീം ഓഫ് ദ റിപ്ഡ് സ്ലാബ് ഈസ് അസ്യൂംഡ് ടു ബി. റിപ്ഡ് സ്ലാബ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് റിപ്ഡ് സ്ലാബ്. ഓക്കെ, റിപ്ഡ് സ്ലാബ്, ഇതിനെ നമ്മൾ വാഫിൾ സ്ലാബ് എന്നും പറയും, അതല്ല അല്ലെങ്കിൽ റിപ്ഡ് സ്ലാബ് എന്നും പറയും. സോ ഇതാണ് റിപ്ഡ് സ്ലാബ്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് ഓഫ് ദ ടി ബീം ഓഫ് എ റിപ്ഡ് സ്ലാബ് ഈസ് അസ്യൂംഡ് ടു ബി. വിഡ്ത്ത് ഓഫ് ദ റിബ് ആണോ, ഡെപ്ത് ഓഫ് ദ റിബ് ആണോ, തിക്നെസ് ഓഫ് ദ കോൺക്രീറ്റ് ടോപ്പിംഗ് ആണോ, ഹാഫ് ദ തിക്നെസ് ഓഫ് ദ റിബ് ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ ടി ബീം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ അതേ സ്ലാബിന് നമ്മൾ ടി ബീം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ തിക്നെസ്സിനെ നമ്മൾ ഏതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടി ബീം ആണ് കൺസിഡർ ചെയ്യുന്നത്. വേഫിളാണ്. ഓക്കെ, വേഫിളാകുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്ഷൻ വരും. ഓക്കെ, സോ നമ്മുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു തിക്നെസ് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് ഇക്വലൻ്റ് ടു തിക്നെസ് ഓഫ് ദ കോൺക്രീറ്റ് ടോപ്പിംഗ്. ഇതെന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ കോൺക്രീറ്റ് ടോപ്പിംഗിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, തിക്നെസ് ഓഫ് ദ കോൺക്രീറ്റ് ടോപ്പിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും. സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the span to overall depth does not exceed 10. The stiffness of the beam will ordinarily be satisfactory in case of simply supported beam ആണോ, continuous beam ആണോ, cantilever beam ആണോ, none of these ആണോ? സോ നമുക്ക് നമ്മുടെ കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. ഇഫക്റ്റീവ് ലെങ്ത് ബൈ ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ നമ്മുടെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോഡൽ വാല്യൂ ആണ് ഇതും. ഓക്കെ, ഫോർമുല പ്ലസ് നമ്മുടെ കോഡൽ വാല്യൂ ഡയറക്റ്റ് വാല്യൂ ആണ്. 7 ആണെങ്കിൽ നമ്മുടെ ഏതാണ്? 7 ആണെങ്കിൽ നമ്മുടെ കാൻറ്റിലിവർ ബീമാണ് അല്ലേ, കാൻറ്റിലിവർ ആണ്. ഓക്കെ, 2x7 ആണെങ്കിൽ കാൻറ്റിലിവർ ബീം. അതേപോലെ 20 റേഞ്ചിലാണെങ്കിൽ 2x20 ആണെങ്കിൽ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതേപോലെ 26 വരുന്ന കാറ്റഗറി എന്തിനാണ്? നമ്മുടെ കണ്ടിന്യൂസ് ബീമിൻ്റെ ആണ് അല്ലേ, കണ്ടിന്യൂസ് ബീമിൻ്റെ. അപ്പോൾ നമ്മൾ ഏതാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഓപ്ഷൻ സിനെ മാർക്ക് ചെയ്യും അല്ലേ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ സിനെ മാർക്ക് ചെയ്യും. പക്ഷേ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കണം. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോപ്പർലി റീഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു തെറ്റ് പറ്റിയത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. നമുക്ക് ജനറലായിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ നല്ലോണം റീഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കാം. ഇഫ് ദ റേഷ്യോ ഓഫ് ദ സ്പാൻ ടു ഓവറോൾ ഡെപ്ത്. ഓക്കെ, ഇതേതായിരുന്നു ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു? സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ ആണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദ സ്പാൻ ബൈ ഓവറോൾ ഡെപ്ത്. റേഷ്യോ ഓഫ് ദ സ്പാൻ ബൈ ഓവറോൾ ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, does not exceed 10. The stiffness of the beam will be ordinarily be satisfactory. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഓക്കെ, നമ്മുടെ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ തെറ്റാറുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവറോൾ ഡെപ്ത് ആണോ ഇഫക്റ്റീവ് ഡെപ്ത് ആണോ എന്ന് ക്ലിയർ ആയിട്ട് നോക്കണം, എന്നിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, സോ ബിക്കോസ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a doubly reinforced beam, if C and T are stresses in concrete and tension reinforcement, D is the effective depth and N is the depth of critical neutral axis. The following relationship hold good. So following relationship hold good. ഏത് റിലേഷൻഷിപ്പ് ആണെന്നാണ് നോക്കേണ്ടത്. സോ ഞാൻ അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് നമ്മുടെ ഇങ്ങനെയാണ് ഇവർ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ന്യൂട്രൽ ആക്സിൻ്റെ റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കംപ്രഷൻ ആൻഡ് ടെൻഷൻ. ഓക്കെ, മേളിലേതാണ് കംപ്രഷൻ, താഴെ ടെൻഷൻ, ഇത് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, സോ ഈ ഒരു ഡയമെൻഷൻ എന്താണ് പറയുന്നത്? എൻ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇത് എൻ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യും. ഇത് ഇഫക്റ്റീവ് ഡെപ്ത് ഡി വെച്ചാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് എൻ ആണ്, ഇത് ഡി ആണ്. ഓക്കെ, മേളിലെന്താണ് കംപ്രഷൻ, താഴെ എന്താണ് ടെൻഷൻ. ടെൻഷൻ നമ്മൾ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? ടി ബൈ എം. ഓക്കെ, സോ ഇനി നമ്മൾ സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്യണം. സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്യുമ്പോൾ സി ബൈ എൻ ഈക്വൽസ് ടി ബൈ എം. താഴെ വരുന്ന വാല്യൂ എന്താണ്? ഈ ഒരു വാല്യൂ എത്രയാണ്? ഈ ഒരു വാല്യൂവിൻ്റെ ഇക്വലൻസിന് എന്ന് പറയുമ്പോൾ ഡി മൈനസ് എൻ. ഓക്കെ, ഡി മൈനസ് എന്നിന് നമ്മൾ ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി മൈനസ് എൻ എന്ന് എഴുതും. ഓക്കെ,
ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കാം ഓപ്ഷൻ ഏതാണ് മാച്ചിങ് ആവുന്നത്. സോ ബിക്കോസ് നമ്മുടെ അതിൻ്റെ റിലേഷനിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓപ്ഷനിൽ നമ്മൾ നോക്കിയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ MCT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അത് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. സോ എമ്മിനെ മേളിൽ കൊണ്ടുവരാം, അതേപോലെ ടീനെ ഈ സൈഡിൽ കൊണ്ടുവരാം, അതേപോലെ ടീനെ താഴെ കൊണ്ടുവരാം, എന്നിനെ മേളിൽ കൊണ്ടുവരാം. ഓക്കെ, MC/T, ടീനെ നമ്മൾ താഴെ കൊണ്ടുവന്നു. ഓക്കെ, ഈക്വൽസ് N/D-N. സോ ഓപ്ഷൻ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, സോ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ തെറ്റി പോകും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നത്? A ഓപ്ഷനാണ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഓക്കെ, സോ A ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a singly reinforced beam, the effective depth is measured from its compression edge to. നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൽ നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ സെക്ഷൻ നമ്മൾ എടുക്കാം. ഓക്കെ, സെക്ഷൻ എടുക്കൂ, ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ സിംഗ്ലി റീൻഫോഴ്സ്മെൻ്റ് ആണ്. സോ അല്ലെങ്കിൽ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൊടുക്കും. ഓക്കെ, സോ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരുന്നത്. ഇൻ എ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം ദ ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് മെഷേർഡ് ഫ്രം ഇറ്റ്സ് കംപ്രഷൻ എഡ്ജ് ടു. കംപ്രഷൻ എഡ്ജ് നമ്മൾ എവിടെ വരെ മെഷർ ചെയ്യുമെന്നാണ് ചോദിച്ചിരുന്നത്. സോ കംപ്രഷൻ എഡ്ജ് എവിടെയാണ്? നമ്മുടെ കംപ്രഷൻ എഡ്ജ് ടോപ്പിലാണ് അല്ലേ? കംപ്രഷൻ എഡ്ജ് എവിടെയാണ്? ഇവിടെയാണ് കംപ്രഷൻ എഡ്ജ്. കംപ്രഷൻ എഡ്ജ് ടോപ്പിലാണ്. സോ കംപ്രഷൻ എഡ്ജിൽ നിന്ന് എവിടെ വരെ മെഷർ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ CG വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ CG. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ CG വരെ. ഇനി നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്യാം. ടെൻസൈൽ എഡ്ജ് ആണോ, ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് ആണോ, ന്യൂട്രൽ ആക്സിസ് ഓഫ് ദ ബീം ആണോ, ലോങ്കിറ്റ്യൂഡിനൽ സെൻട്രൽ ആക്സിസ് ആണോ? സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓപ്ഷനും കറക്റ്റ് അല്ല. ആക്ച്വലി നോക്കുവാണെങ്കിൽ ഒരു ഓപ്ഷനും കറക്റ്റ് അല്ല. പക്ഷെ നമുക്ക് എന്നാലും നമ്മൾ ആൻസർ മാർക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് B ആയിരിക്കും. ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഈ ഒരു D ഓപ്ഷൻ തന്നിട്ടില്ല, ഇൻ കേസ് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് നൺ ഓഫ് ദീസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏത് മാർക്ക് ചെയ്യും? D ഓപ്ഷനെ മാർക്ക് ചെയ്യും. ഓക്കെ, ബിക്കോസ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ അറിയാം. CG ആണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. കംപ്രഷൻ എഡ്ജിൽ നിന്ന് CG ഓഫ് ദ റീൻഫോഴ്സ്മെൻ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ നൺ ഓഫ് ദീസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നൺ ഓഫ് ദീസ് അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Minimum spacing between horizontal parallel reinforcement of the same size should not be less than 1 diameter ആണോ, 2.5 diameter ആണോ, 3 diameter ആണോ, 3.5 diameter ആണോ? സോ മിനിമം സ്പേസിംഗ് ആണ് ചോദിക്കുന്നത്. സോ രണ്ട് ഡയമീറ്റർ എടുക്കുകയാണ് റെയിൻഫോഴ്സ്മെൻറ്റ്. സോ ഹൊറിസോണ്ടലിയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, മിനിമം സ്പേസിംഗ് ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? D. ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? D. ഓക്കെ, ഈ ഒരു മിനിമം ഗ്യാപ്പ് എത്രയാകണം എന്നാണ് ചോദിച്ചിരുന്നത്. മിനിമം ഗ്യാപ്പ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ഗ്യാപ്പ് മിനിമം എത്രയാകണം എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, മിനിമം എത്രയായിരിക്കും ആകേണ്ടത്? ഇപ്പോൾ 2 ഡയമീറ്ററിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ഡയമീറ്റർ D. മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് സെൻറ്റർ ഡയമീറ്ററിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കണം. സെൻറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു D. മിനിമം D എങ്കിലും ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യണം. മിനിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ D ഡയമീറ്റർ ഗ്യാപ്പ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, 1 ഡയമീറ്റർ ആണോ, 2.5 ആണോ, 3 ആണോ, 3.5 ആണോ? ആൻസർ എന്ന് പറഞ്ഞാൽ 1 ഡയമീറ്റർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the depth of the actual neutral axis of a doubly reinforced beam is greater than the depth of the critical neutral axis, the concrete attains maximum stress earlier. അതേപോലെ is less than the depth of the critical axis, the steel in the tensile zone attain maximum stress earlier. അതേപോലെ is equal to the depth of the critical neutral axis, the concrete and steel attains their maximum stress simultaneously, or all the options are correct. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സോ ആൻസർ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡെപ്ത് ഓഫ് ദ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡെപ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ XU ലിമിറ്റിങ്ങിൻ്റെ കുറവാണെങ്കിൽ, XU ഗ്രേറ്റർ ദാൻ XU ലിമിറ്റിംഗ് ആണെങ്കിൽ ഏതാണ്? നമ്മുടെ കോൺക്രീറ്റ് അറ്റൈൻസ് മാക്സിമം സ്ട്രെസ്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ സെക്കൻഡ് കാറ്റഗറി എന്താണ്? ലെസ് ദാൻ ആണ്. ഓക്കെ, XU ലെസ് ദാൻ XU ലിമിറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഏതാണ് അറ്റൈൻ ചെയ്യുന്നത്?
സ്റ്റീൽ ഇൻ ദ ടെൻഷൻ സോൺ അറ്റൈൻസ് മാക്സിമം സ്ട്രെസ്. ഇതും കറക്റ്റാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈക്വൽസ് ആണെങ്കിൽ, രണ്ടും ഈക്വലൻ്റ് ആണെങ്കിൽ എന്താണ് അറ്റൈൻ ചെയ്യുന്നത്? എക്സ് യു ഈക്വൽ ടു എക്സ് യു ലിമിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഏതാണ് അറ്റൈൻ ചെയ്യേണ്ടത്? രണ്ടും ഈക്വലി അറ്റൈൻ ചെയ്യും. ബോത്ത് ഈക്വൽസ് ടു ദ ഡെപ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്, ദ കോൺക്രീറ്റ് ആൻഡ് steel attain their maximum stress simultaneously attain them. So all the options are correct. Okay, so all the options are ella options correct aanu. Okay, next question. The moment of the couple set up in the section of the beam by longitudinal compressive and tensile force is given by longitudinal compressive and tensile force is known as bending moment aano, moment of resistance aano, flexural stress moment aano, none of these aano. So ഇതിൽ മൊമെൻറ്റ് ഓഫ് കപ്പിൾ സെറ്റപ്പ് ഇൻ ദ സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൊമെൻറ്റ് ഇൻ കപ്പിൾ നമ്മൾ ജനറലി നമ്മൾ നോക്കുമ്പോൾ മേളിൽ എന്താണ്? കംപ്രഷൻ. ഓക്കെ, താഴെ എന്താണ്? ടെൻഷൻ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിന് എന്താണ് പറയുന്നത്? ലിവർ ആം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലിവർ ആം. ഓക്കെ, മേളിൽ എന്താണ്? കംപ്രഷൻ, താഴെ ടെൻഷൻ. ഓക്കെ, സോ നമ്മുടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇൻറ്റു ലിവർ ആം ഓർ ടെൻഷൻ ഇൻറ്റു ലിവർ ആം. അതാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല. ഓക്കെ, സോ ഇതിന് ഓപ്ഷൻ നോക്കാം. മൊമെൻറ്റ് ഓഫ് കപ്പിൾ ഈസ് സെറ്റപ്പ്. ഇതിൽ കപ്പിൾ ഫോം ആവുന്നത് എപ്പോഴാണ്? ബൈ ലോങ്കിറ്റ്യൂഡിനൽ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ ഫോഴ്സ് ഈസ് നോൺ ആസ് moment of resistance. MOR നാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The for initial estimate of the beam design, the width is assumed. നമ്മൾ വിഡ്ത്ത് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? ഇനീഷ്യൽ എസ്റ്റിമേറ്റിന് വേണ്ടി for a beam the width is assumed to be 1/15th of the span ആണോ, 1/20th of the span ആണോ, 1/25th of the span ആണോ, 1/30th of the span ആണോ? ഓക്കെ, ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡെപ്ത് ബൈ ലെങ്ത് സ്പാൻ റേഷ്യോ ജനറലി നമ്മൾ എടുക്കുന്നത് 1/10 to 1/12 ആണ്. ഓക്കെ, പക്ഷെ പിന്നെ നമ്മുടെ അസംഷൻ എന്താണ്? വിഡ്ത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് നമ്മൾ തന്നിട്ടുള്ളപ്പോൾ വിഡ്ത്തിൻ്റെ അസംഷൻ എങ്ങനെയാണ്? വിഡ്ത്ത് ഇസ് ഈക്വൽ ടു D/2. അതാണ് നമ്മുടെ സെക്കൻഡ് അസംഷൻ. ഓക്കെ, സെക്കൻഡ്. അപ്പോൾ ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡീൻ്റെ വാല്യൂ എന്താണ്? ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി ഈക്വൽ ടു 2 ഇൻറ്റു ബി. സോ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2b/L ഈക്വൽസ് ടു 1/10 തൊട്ട് റേഞ്ച് ആവുന്നത് 1/12 ആണ്. 1/12 ടു. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഫോർ ദ ബീം ദ വിഡ്ത്ത് ഈസ് അസ്യൂംഡ്. വിഡ്ത്ത് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് എങ്ങനെയാണ്? വിഡ്ത്ത് ബൈ എൽ എന്ന് പറയുന്നത് 1/20 to 1/20. 12 ഇൻറ്റു 2 24. ഓക്കെ, സോ ഈ റേഞ്ചിലാണ് വരുന്നത്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? റേഞ്ച് വരുന്നത് ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഈ റേഞ്ചിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഈ റേഞ്ചിൽ വന്നുകൊണ്ട് നമ്മൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യും? ബി ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യും. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. RCCയുടെ തേർഡ് പാർട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഫോർവേഡ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അതുവരെയും നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അതുവരെയും പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക്സ് എ ലോട്ട്.